ഹലോ ഫ്രണ്ട്സ്, വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഹെയർ പാക്ക് നമ്മൾ ചെമ്പരത്തിപ്പൂ കൊണ്ടാണ് ഈ ഹെയർ പാക്ക് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ പായ്ക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് ചെമ്പരത്തിപ്പൂവ് പറിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഇതളുകൾ മാത്രമാണ് നമുക്ക് ഈ പായ്ക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആവശ്യമുള്ളത്. ഇത് ഞാൻ കുറച്ച് പൂവിൻ്റെ ഇതളുകളെല്ലാം എടുത്തിരിക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സിയിലൊന്നൊരു പേസ്റ്റ് രൂപത്തിലോട്ട് അരച്ചെടുക്കണം. ഇപ്പം ഞാനിതൊരു പേസ്റ്റ് രൂപത്തിലോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു തിക്ക് പേസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് ഡൈല്യൂട്ട് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലോട്ട് ആക്കിയെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തൊരു പേസ്റ്റ് രൂപത്തിലോട്ട് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തൊരു പേസ്റ്റ് രൂപത്തിലോട്ട് എടുക്കുകയാണ്. നമുക്ക് ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചാൽ മതി. ഇതൊന്ന് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതൊരു പേസ്റ്റ് രൂപത്തിലോട്ട് ആയി കിട്ടും. ഇത് ഞാൻ ഒരു പാക്ക് രൂപത്തിലോട്ട് ഇപ്പോൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മുടെ മുടിയിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് കുറച്ച് എടുത്താൽ തന്നെ നമ്മുടെ മുടിയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ഓരോ പാർട്ടായിട്ട് തിരിച്ച് നമ്മുടെ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കാൽപ്പിലോട്ട് അത് എത്തത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അത് മുടിയിൽ മാത്രമേ ഈ പാക്ക് ഇരിക്കത്തുള്ളൂ. ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ ഒരു പാക്ക്. ഇതിനകത്തിൽ കോക്കനട്ട് ഓയിലും ചെമ്പരത്തിപ്പൂവും ഉള്ളതുകൊണ്ട് ചെമ്പരത്തിപ്പൂ ഓൾറെഡി നമ്മുടെ മുടി ഒരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഈ ചെമ്പരത്തിപ്പൂ നല്ലതാണ്. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ളൊരു കണ്ടീഷണർ കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് തന്നെ വിടണം. മസാജ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗുണം വേറെ എന്ന് പറഞ്ഞാൽ ഇതിനകത്തിൽ ഈ ചെമ്പരത്തിപ്പൂവിനകത്തിൽ ഈ കോക്കനട്ട് ഓയിലും കൂടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്തും കൂടെ വിടുകയാണെങ്കിൽ ഇത് നമ്മൾ ഓൾറെഡി ഒരു ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഒരു ഓയിൽ മസാജ് ചെയ്യണം. ഈ ഒരു പാക്ക് ആകുമ്പോൾ ഓയിൽ മസാജും ആകും, അതുപോലെ തന്നെ ഒരു പാക്കും ആകും. ഞാനിതിപ്പം ബാക്കിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഈ ഓയിൽ മസാജിന് പകരം ഈ പാക്ക് വിത്ത് ഓയിൽ മസാജ് എന്ന് പറയുന്നത് പോലെ നല്ല പോലെ നമുക്ക് ഹെയറിനും നമ്മുടെ സ്കാൽപ്പിനും ഒക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ഇത് നമുക്ക് നമ്മുടെ മുടിയൊക്കെ ഉണങ്ങിക്കഴിയുമ്പോൾ മുടിയെ തൊട്ടാൽ തന്നെ മുടി നല്ലൊരു സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. ഇതിൻ്റെ ബാക്കിയുള്ള നമ്മുടെ മുടിയുടെ അറ്റത്തൊക്കെ കൂടെ പുരട്ടുകയാണെങ്കിൽ ഹെയർ ഫോൾ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഈ പാക്ക്. നമുക്ക് മുടിയുടെ അറ്റത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുക്കലും റിലേറ്റീവ്സിൻ്റെ അടുക്കലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറൊരു വീഡിയോയിൽ കാണും. അതുവരേക്കും ബൈ ബൈ.